ഹായ് എവരിവൺ, നമ്മൾ ചിന്തിക്കുന്നത് ജെനസിസ് ചാപ്റ്റർ 45 ആണ്. ഉൽപ്പത്തി 45 അധ്യായം. അവിടെ യോസെഫ് തന്നെ സ്വയം സഹോദരന്മാരുടെ മുമ്പിൽ വെളിപ്പെടുത്തുന്നത് നമുക്ക് ആ ഭാഗമാണ് അവിടെ കാണുന്നത്. യോസെഫ് താൻ ഒടുവിൽ ഈ ഒരു ചാപ്റ്ററിലേക്ക് എത്തുമ്പോൾ ഒടുവിൽ തന്നെ പറ്റി താൻ ആരാണെന്നുള്ള കാര്യം താൻ വെളിപ്പെടുത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ താൻ യോസെഫാണ്, അവർ വിറ്റുകളഞ്ഞ യോസെഫാണ് താനെന്ന് വെളിപ്പെടുത്തി അവർ പേടിച്ച് അവർ പുറകോട്ട് നീങ്ങുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. യോസെഫ് നിങ്ങൾ അടുത്തോട്ട് വരാനെന്നും പറഞ്ഞ് അവരെ വിളിച്ചാണ് അവരോട് സംസാരിക്കുന്നത്. താൻ തന്നെ പറ്റി താൻ വെളിപ്പെടുത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം യോസെഫ് താൻ ആരാണെന്ന് വെളിപ്പെടുത്തിയപ്പോൾ അവർ ശരിക്കും പേടിച്ചു പോയി. കാരണം മറ്റൊന്നും കൊണ്ടല്ല, യോസെഫ് ഇനി അവരോട് എങ്ങനെ പെരുമാറും എന്നുള്ള ഒരു ഭയം അവരുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു. കാരണം അവർ വിറ്റ് കളഞ്ഞതാണ് യോസെഫിന്റെ ടീനേജിൽ യോസെഫിന് വിറ്റ് കളഞ്ഞാണ്. ഈ സമയത്ത് യോസെഫിനെ കാണുമ്പോൾ ടീനേജ് എല്ലാം കഴിഞ്ഞ അഡൾട്ടായിട്ടുള്ള ഒരു വ്യക്തിയാണ് കാണുന്നത്. ഒരു 30 വയസ്സ് കഴിഞ്ഞ ഒരു വ്യക്തിയായിട്ടാണ് യോസെഫിനെ അവിടെ അവർ കാണുന്നത്. അപ്പോൾ ആ ഒരു ഭയം അവർക്കുണ്ടായിരുന്നു. പക്ഷെ യോസെഫ് അവരോട് അതിനനുസരിച്ച് പെരുമാറിയില്ല. അവരോട് ആ സ്നേഹത്തോടെ തന്നെയാണ് അവരോട് പെരുമാറിയത് എന്ന് നമ്മൾ അവിടെ കാണുന്നുണ്ട്. കാരണം യോസെഫിനെ നോക്കുമ്പോൾ യോസെഫും മച്ചുവർ ആയിട്ടുള്ള വ്യക്തിയായിട്ട് മാറി എന്ന് നമ്മൾ ഒന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് മറ്റൊന്നും കൊണ്ടല്ല, ഇതിനു മുമ്പ് യോസെഫിന്റെ സ്വപ്നങ്ങളൊക്കെ ഒരു കൺട്രോൾ ഇല്ലാതെ അവരോട് പറയായിരുന്നു. അത് അവരുടെ മേൽ അവർക്ക് യോസെഫിന്റെ മേൽ കോപം വരുത്താൻ ഇടയായിരുന്നു. കാരണം യോസെഫിനും അറിയില്ല എന്താണ് ഈ സ്വപ്നം അർത്ഥമാക്കുന്നത് എന്താണെന്ന് യോസെഫിനും കൃത്യമായിട്ട് അറിയാമായിരുന്നു. പക്ഷെ യോസെഫ് എന്നിട്ടും ഒരു കൺട്രോളും ഇല്ലാതെ താൻ അവരോട് അതൊന്നും പറയായിരുന്നു. അപ്പം ആ ഒരു മൈൻഡ് മാറിയിട്ട് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന യോസെഫിനെ കാണുമ്പോൾ യോസെഫ് കുറച്ച് മച്ചുവർ ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് നമുക്കത് കാണുന്നുണ്ട്. അതുപോലെ യോസെഫിന്റെ ബിറ്റർ എക്സ്പീരിയൻസസിലൂടെ അവൻ കടന്നു പോയി. യോസെഫ് അത് നല്ലതിനായിട്ടായിരുന്നു എന്നുള്ളൊരു തിരിച്ചറിയുവാനായിട്ടും കൂടി യോസെഫിന് ഇടയായി തീർന്നിട്ട് നമ്മൾ കാണുന്നുണ്ട്. കാരണം യോസെഫ് പറയുന്നുണ്ട്, എന്നെ നിങ്ങളായിട്ട് വിറ്റതല്ല, പകരം ഇവിടെ ഈ ക്ഷാമം വരുമ്പോൾ നിങ്ങളെല്ലാവരും രക്ഷിക്കുവാനായിട്ട് ദൈവം എന്നെ അയച്ചതാണെന്നാണ് യോസെഫ് അവിടെ സഹോദരന്മാരോട് പറയുന്നത്. അങ്ങനെ യോസെഫ് സഹോദരന്മാരോട് ക്ഷമിക്കുന്നു. ആ ഒരു അവസ്ഥയെ താൻ കടന്നുപോയ ബുദ്ധിമുട്ടിനൊക്കെയും അത് അവസാനം താൻ ആ ഒരു പോയിന്റിൽ എത്തിയപ്പോൾ തനിക്ക് മനസ്സിലായി ആ ദൈവം നല്ലതിനു വേണ്ടിയാണ് തന്നെ അതിലൂടെ എല്ലാം കടത്തി വിട്ടത് എന്നുള്ളൊരു കാര്യം യോസെഫിന് അത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകുവാനിടയായി തീർന്നു. അങ്ങനെ താൻ ഒടുവിൽ തൻ്റെ അപ്പനെ പറ്റി അന്വേഷിക്കുന്ന അപ്പനെ വിളിച്ചുകൊണ്ട് വരുവാനായിട്ട് താൻ തൻ്റെ ചേട്ടന്മാരോട് താനവിടെ പറയുന്നു. അതുപോലെ ഫറവോന്റെ കാര്യം നോക്കുമ്പോൾ ഫറവോൻ പോലും അവരെ അനുഗ്രഹിച്ചില്ല. അവർ യോസെഫിനും യോസെഫിന്റെ കുടുംബത്തിനും ഈജിപ്തിലെ ഏറ്റവും നല്ല സ്ഥലം താമസിക്കാനായിട്ട് കൊടുക്കുന്നു. അതുപോലെ തന്നെ അവർക്ക് വീട്ടിലേക്ക് പോകുവാനായിട്ട് ഉള്ള സാധനങ്ങളൊക്കെ കൂടുതൽ സാധനങ്ങൾ കൊടുത്തുകൊണ്ട് അവരെ അങ്ങോട്ട് മടക്കി അയക്കുന്നതായിട്ട് നമ്മളവിടെ കാണുന്നുണ്ട്. ഫറവോന് പോലും അവരുടെ മേൽ യോസെഫ് നിമിത്തം അവരുടെ മേൽ കരുണ കാണിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. കാരണം ഫറവോന് യോസെഫിന്റെ പ്രസൻസ്, യോസെഫിന്റെ ആ ഒരു ബുദ്ധി, ആ ഒരു ക്ഷാമം വരുമ്പോഴെല്ലാം കാത്തു സൂക്ഷിച്ചു വെക്കുവാനായിട്ടും സമൃദ്ധിയുള്ള സമയത്ത് അതെല്ലാം സ്വരൂപിച്ച് കാത്തു സൂക്ഷിച്ച് വെക്കുവാനായിട്ടും ക്ഷാമമുള്ള സമയത്ത് അവർക്ക് ആ കാത്തു സൂക്ഷിച്ച് വെച്ചതെന്ന് എടുക്കാൻ പറ്റുമെന്നുള്ള ഒരു ബുദ്ധി പറഞ്ഞു കൊടുക്കുകയൊക്കെ യോസെഫ് ഫറവോന് അന്ന് അവിടെ വെച്ചത് പറഞ്ഞു കൊടുത്തത്. അപ്പം ആ ഒരു പ്രവൃത്തിക്ക് ഉള്ള റിവാർഡായിട്ട് തന്നെ നമുക്ക് ആ ഈജിപ്തിലെ തന്നെ ഏറ്റവും നല്ല സ്ഥലത്ത് അവർക്ക് താമസിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും അതെല്ലാം ഒരുക്കുവാനായിട്ടുള്ള പെർമിഷൻ അവിടെ ഫറവോനും അവിടെ കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. എന്നിട്ട് ഈ ബ്രദേഴ്സ് പോകുമ്പോഴും പറയുന്നുണ്ട്, നിങ്ങൾ കെയർഫുള്ളായിട്ട് നിങ്ങളവിടെ പോകണം എന്ന്, നിങ്ങളൊരു ബുദ്ധിമുട്ടില്ലാതെ നിങ്ങളവിടെ പോകണമെന്ന് പറഞ്ഞാണ് വിടുന്നത്. അത് മറ്റൊന്നും കൊണ്ടല്ല, ഇതിപ്പോ ഇത്രയും ആയില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ഇനിയും ബ്രദേഴ്സ് തമ്മിൽ വഴക്കുണ്ടാക്കരുത്, നിങ്ങൾ യൂണിറ്റിയിൽ നിങ്ങൾ തിരിച്ചു പോകണം എന്ന് പറഞ്ഞുകൊണ്ട് അവരെ വിടുന്നു. അവർ യോസെഫിനെ കണ്ട കാര്യം അവർ യാക്കോബിനെ അറിയിക്കുമ്പോൾ യാക്കോബ് ആകെ ഷോക്കായി പോയി. കാരണം ഇത്രയും നാൾ യാക്കോബ് വിചാരിച്ചിരുന്നു യോസെഫ് മരിച്ചു പോയി എന്ന് പറയുന്നത്. താൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച പുത്രനായ യോസെഫ് മരിച്ചു പോയെന്നാണ് യാക്കോബ് പോലും വിചാരിച്ചിരുന്നത്. പക്ഷെ
അതിനകത്ത് പറയുന്നുണ്ട്, ഇംഗ്ലീഷിൽ പറയുമ്പോൾ സ്പിരിറ്റ് കെയിം ബാക്ക് ടു ജോസഫ് എന്നാണ് പറയുന്നത്, ജേക്കബ് എന്നാണ് പറയുന്നത്. അപ്പോൾ താൻ അപ്പം അത്രയും നാൾ ഒരു ഉഷാറില്ലാതെ താൻ മകൻ മരിച്ചുപോയ ദുഃഖത്തിലൊക്കെയാണ് താൻ ഇത്രയും നാൾ കടന്നുപോയത്. പക്ഷെ യോസേഫ് ജീവനോടെ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ തനിക്ക് തൻ്റെ ഇതിൽ വലിയ റിവൈവൽ അവിടെ വരുവാനായിട്ട് ഇടയായി തീർന്നു എന്നുള്ള ഒരു കാര്യം നമ്മളവിടെ കാണുന്നുണ്ട്. എന്നിട്ട് അവർ തിരികെ യോസേഫിനെ കാണുവാനായിട്ട് അപ്പനും യാക്കോബ് പറയുന്നത്, എനിക്കിനി യോസേഫിനെ എനിക്കിത് മതി, എനിക്ക് തൻ്റെ ആഗ്രഹമെല്ലാം പൂർത്തിയായ രീതിയിലാണ് താൻ സംസാരിക്കുന്നത്. തനിക്ക് ഇത് മതി, എനിക്കിനി യോസേഫിനെ കണ്ടാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് അവർ യാത്രയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ആ ചാപ്റ്റർ അവിടെ അവസാനിക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ പല ബുദ്ധിമുട്ടുകളുടെയും യോസേഫ് കടന്നതിലെ പല ബുദ്ധിമുട്ടുകളുടെയും പല പരീക്ഷണങ്ങളുടെ അവസ്ഥയിലൂടെയൊക്കെ നമ്മൾ കടന്നു. പക്ഷെ ഇതിൻ്റെ എല്ലാം അവസാനം ഒരു നല്ല കാര്യമുണ്ട്. ദൈവം ഇതെല്ലാം കടത്തി വിടുന്നത് വെറുതെ അല്ല. ഇതിൻ്റെ എല്ലാം അവസാനം എന്തോ ഒരു കാര്യം ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ടെന്നുള്ള ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണമെന്നുള്ള കാര്യം നമുക്ക് യോസേഫിൻ്റെ അനുഭവത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. കാരണം യോസേഫിന് വേണമെങ്കിൽ ഈ പ്ലാനിനൊക്കെ ഒഴിഞ്ഞു പോകാമായിരുന്നു. തനിക്ക് ദൈവത്തെ കുറ്റം പറയാൻ, ഞാൻ തെറ്റും ചെയ്യാതെ ഞാൻ ഇത്രയും കഷ്ടപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തനിക്ക് ദൈവത്തെ കുറ്റം പറയാനൊക്കെ പറ്റും. പക്ഷെ താനത് ചെയ്തില്ല. താൻ അവിടെ ആ ദൈവത്തെ ആശ്രയിച്ചതിന് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അതിൻ്റെ ആ റിസൾട്ട് തനിക്ക് താൻ കാത്തിരുന്നുണ്ട്. തനിക്ക് അതിൻ്റെ റിസൾട്ട് തനിക്ക് അനുഭവിക്കുവാനായിട്ട് ഇടയെത്തിരുന്നു. അപ്പോൾ നമുക്ക് തോന്നുന്ന ഒരു ബാഡ് എക്സ്പീരിയൻസ് അല്ല, നമുക്ക് സങ്കടം തോന്നുന്ന ഒരു എക്സ്പീരിയൻസസ് അത് ശരിക്കും നമ്മളെ ഒരു ബെറ്റർ ആക്കുവാനായിട്ടുള്ള, അല്ല ബെറ്റർ പൊസിഷനിലേക്ക് എത്തുവാനായിട്ട് നമ്മളെ മോൾഡ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനായിട്ട്, അല്ലെങ്കിൽ മോൾഡ് ചെയ്യാനുള്ള കാരണത്തിനായിട്ട് നമുക്ക് നമ്മുടെ ഡിഫിക്കൽട്ട് എക്സ്പീരിയൻസസും നമ്മളെ അതിനായിട്ട് നമ്മളെ ഷേപ്പ് ചെയ്യുമെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ ജേക്കബിന് റിവൈവലാണ് വന്നത്. തൻ്റെ മകൻ ജീവനോടെ ഇരിക്കുന്നു എന്നറിഞ്ഞപ്പോൾ താൻ ഒരു ജീവനില്ലാത്ത അവസ്ഥയിലാണ് താൻ ഇരുന്നത്. കാരണം തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മകനെ തനിക്ക് നഷ്ടപ്പെട്ടതിൻ്റെ ആ ദുഃഖം കൊണ്ട് താൻ ഒന്നിനും താല്പര്യമില്ലാതെ താൻ മരവിച്ചിരിക്കുന്ന അവസ്ഥയായിരുന്നു. പക്ഷേ മകൻ ജീവനുണ്ടെന്ന് പറഞ്ഞപ്പോൾ തൻ്റെ ഉള്ളിൽ റിവൈവൽ വന്നു. അപ്പോൾ നമ്മളുടെ ഉള്ളിൽ അതുപോലെ റിവൈവൽ വരുവാനായിട്ട്, നമ്മളായിരിക്കുന്ന ആ സ്ഥാനത്ത് തന്നെ ഇരിക്കുക, നമ്മളുടെ ഉള്ളിലും ആ റിവൈവൽ വരുവാനായിട്ട് ദൈവം സഹായിക്കട്ടെ. ദൈവത്തിന് മാത്രപ്പെടുമാറാണ്.